ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളിതാ ഷെഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെഡ് എത്താനായി. നമ്മുടെ അയൽവാസിയായിട്ടുള്ള വണ്ടിയാണ്, നാവിഗേറ്റർ 34 സീറ്റ്. അത്യാവശ്യം വർക്കൊക്കെയുള്ള വണ്ടി കേട്ടോ. ഈ ഒരു സ്കൂൾ കഴിഞ്ഞാലാണ് നമ്മുടെ ഷെഡിൻ്റെ അങ്ങോട്ടുള്ള തിരിപ്പ്. അവിടെ അതാ പോകുന്നു ഒരു ചുമല കളറുള്ള കുട്ടൻ, നിങ്ങൾ കാണുന്നില്ലേ? അതിൽ പ്രണവേട്ടനും സൂസിയും അബ്ബാസൊക്കെ ഉണ്ട്. നൂൽക്കട്ടി കാണെല്ലാം ചെറിയ വണ്ടി ആയതുകൊണ്ടേ. സൂസിയാണ് ഈ ബൈക്കിലുള്ളത്. അട്ടത്തേക്കൊക്കെ നോക്കണ്ട്, പോവൂലേ ഇത്. ഈ റോഡ് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് വന്നാൽ ബസ് പോകുന്ന പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം കറക്റ്റാണ് റോഡ്. അവിടെ ഒരു ചെറിയ ബെൻഡും ഉണ്ട്, ഒരു എസ് ബെൻഡ്. അതും ഭയങ്കര കറക്റ്റാണ്. സൂസിക്ക് മനസ്സിലായിട്ടില്ല നമ്മളാണ് പിന്നിലുള്ളതെന്ന്. 2-3 പ്രാവശ്യം കൂടി ഓണടിച്ചാൽ വേണം നിർത്തിയിട്ട് ചീത്തളിക്കും. എന്താ കറക്റ്റാണ് വഴി. ബസ് ഇങ്ങനെ കറക്റ്റ് പോവും. ഇവിടുത്തെ ഈ ഒരു എസ് കട്ടിങ് കുറച്ച് ഇടങ്ങാറാണ്. ഇതിൻ്റെ തലയും വാലും ഒക്കെ നോക്കണം കേട്ടോ. ഇവിടെയും ഇങ്ങനെയും കറക്റ്റ് പോണം. സൂസി JCB വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി അടുത്ത 2 വണ്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടി നിർത്താനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം കൂടി നമ്മൾ ലെവലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ലെവലാക്കാൻ വേണ്ടിയിട്ട് JCB വന്നിട്ടുണ്ട്. JCBയിൽ ആളെ കാണാല്ലേ, എല്ലാം കുറച്ച് നേരം അതിൻ്റെ പണി കണ്ടിക്കേനി. എല്ലാ വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ്. പണിയെടുക്കണോണ്ടായിരിക്കണം, ഒരു ഓർഡറിലെല്ലാവരും. ഇനിയിപ്പോൾ ഇതെങ്ങനെ തിരിക്കും, ഇതെവിടെ നിർത്തും? എന്തായാലും ഇറങ്ങി പോയേക്കാം. ഷെഡിലിതാ ഇന്നിപ്പം പാബ്ലോ, ഡോൺ, മാഫിയ എല്ലാം 3 വണ്ടിക്ക് ട്രിപ്പുണ്ട്. തിരുവനന്തപുരം പോവാണ്. മൻസൂർ ഇതാ പാബ്ലോയിൽ പോകാനുണ്ട്. മൻസൂർ വണ്ടി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. കൊച്ചാപ്പി ഡോൺ എടുക്കാൻ വേണ്ടി റെഡി ആക്കുന്നുണ്ട്. സുബിച്ചേട്ടൻ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു പണിയെടുക്കണമുണ്ട്. എങ്ങനെ തിരിച്ചു പോകുന്നുള്ള ചെറിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള പ്ലാനിങ് ആണ് ഇവർ. വണ്ടി ഓരോന്ന് ഓരോന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ പാബ്ലോ കൊണ്ട് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഡോണിന് തിരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പോലെയല്ല, ചെറിയൊരു ഇതുള്ളതുകൊണ്ട് കുറച്ച് മാറ്റിയൊക്കെ വെച്ചിട്ട് വേണം ഇടാൻ. മിസ്റ്റർ ഡോണേഷ് ഇവിടെ ഒരു കല്ലുണ്ട്, നമുക്ക് മെല്ലെ മാറ്റി കൊടുക്കാം. ഇല്ല അതിൻ്റെ മേലെ കൂടെയൊക്കെ കയറിപ്പോ. വേണ്ടോണേ ഡോൺ അങ്ങനെ പോട്ടെ പോ ചേച്ചാ കാറ് മാറ്റണോ? ഡോൺ അങ്ങനെ ട്രാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് മാഫിയ. പ്രത്യേകം പറയാൻ പറഞ്ഞേക്കണേ, കുപ്പായിട്ടിട്ട് വീഡിയോ എടുക്കാൻ എത്രയും നേരം ഷെഡിപ്പുറത്തേന് എടുത്തതെന്നുള്ളത് പ്രത്യേകം പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മർഷൂദ കൂടെ എത്തിയപ്പോ വണ്ടി സ്റ്റാർട്ടായി. ഇനി ഡാനിയാണ് ഇവിടെ ഉള്ളത്. ഡാനിക്ക് മറ്റന്നാൾ മൈസൂർ ബാംഗ്ലൂർ എന്തുകൊണ്ട്, ഖുറേഷിക്ക് നാളെ മറ്റന്നാളും ഇല്ല. പുത്തവണ്ടി പിന്നെ പരിപാടികളൊന്നും കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ഡോൺ പോകുന്നു. പ്രണവേട്ടൻ്റെ വണ്ടി TVS-ലാണ്. അപ്പോൾ പ്രണവേട്ടൻ അതിൽ പോകുക, എന്നിട്ട് അവിടെ നിന്ന് മാറി കയറാറുണ്ട്. പിന്നെ മാഫിയ റെഡിയാവുന്നു.
പാബ്ലോ. പോവാന്ന് ഇവിടുന്ന് പറഞ്ഞപ്പോൾ കൊച്ചാപ്പി അവിടെ നിന്ന് ഒക്കെ ഇറങ്ങാണ്ട് വണ്ടി എടുത്ത് വിട്ടുണ്ട്. ഇത് മറ്റേ സിനിമയിലുള്ളവര് പോവാ പറയണ്ട് ഇവിടുന്ന്. എവിടെ വണ്ടി എവിടെയാ ഉള്ളത്? പ്രണവേട്ടൻ കേട്ടോ അതില്. അതാ ടാറ്റേറിന്. മാഫിയതാ മാഫിയും പോവാണ്. മുഴുവൻ വെക്കോ. വയലൻസ് അങ്ങനെ വേണ്ട അഫ്സൽക്കാരന്. മാഫിയ. അങ്ങനെ പാബ്ലോയും പോവാണ്. രാഹുലുണ്ട്, മൻസൂറും. പോ ബൈ. തുറന്നേരാ. അതിലായിരുന്ന ബാഗ്. നേഴ്സുമാരായിട്ട് തിരുവനന്തപുരത്ത് പോവാണ് ഗായ്സ്. പോട്ടെ. ഇതാ പോകുന്നു ഗായ്സ്. ഇന്നിപ്പം കഴിഞ്ഞ ക്ലിപ്പ് കഴിഞ്ഞ് ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. ഇന്നലെ നമ്മൾ ട്രിപ്പ് എടുക്കുന്ന സ്ഥലത്തേക്ക് പിന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് പോയി. ഇന്നിപ്പോൾ അതാ നെക്സ്റ്റ് ഡേ ആയിട്ട് ഡാനിയും ഡിയാഗോ, ഖുറൈഷി, ബ്ലാക്ക്മാൻ, ലൂസിയാനോ ഉണ്ട്. JCB ബാക്കി വർക്ക് നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൂസി JCBനെയും കണ്ട് വെള്ളം കുടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഡാനി കഴുകാൻ വന്നാണ്. പക്ഷെ JCB കണ്ട് നിന്നുപോയി. ചെറിയ മനസ്സല്ലേ. അല്ലേലും ഈ സാധനം കണ്ട് നിൽക്കാറൊക്കെയാണെങ്കിൽ അത് വേറെ വൈബ് തന്നെയാണ് അല്ലേ. ഏത് വണ്ടിപ്പിരാന്തനും ഇതാണെങ്കിലും വയസ്സിൻ്റെ അതില്ലാണ്ട് ചെറുപ്പമായാലും പ്രായരായാലും ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യണ കണ്ടിക്കാരനൊക്കെ ആണെങ്കിൽ അത് വേറെ രസമാണ്. എന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. വണ്ടിക്ക് ഇന്നലെ എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ റെഡിയാക്കി ബാക്കി പണി നടന്നുകൊടുക്കുന്നുണ്ട്. ഏതാ തിരി ഒറ്റ വീലിലൊക്കെ ഒക്കെ ഉഷാറാട്ടോ. ഫുള്ള് പൊടിയാണ്, പൊടിയിൽ മരിക്കുന്നു. വണ്ടിയിൽ കയറി പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പുറമേയൊക്കെ നല്ല രാത്രി കേക്കിട്ട് പോയതാണ്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നോമ്പ് തുറന്നിട്ടാണ് എല്ലാവരും പണിയൊക്കെ എടുക്കൽ. നല്ല ചൂടായതുകൊണ്ട് ബോഡിയും കാര്യങ്ങളൊക്കെ കേക്കിട്ട് പോയി. ഫുള്ള് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഡാനി വോൾഫ്. ഹലോ ഗായ്സ്, ഇവിടെ JCB ഇതാ പണിയെടുത്തോണ്ട് നടക്കാണ് ഗായ്സ്. അത്രയും മണ്ണ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പുതിയ വഴി ഇനി അതിലൂടെ ആയിരിക്കും. ഇങ്ങനെ വന്നിട്ട് വരാനാണ് പ്ലാൻ. അവിടെ നമ്മൾ ഇങ്ങോട്ട് വളഞ്ഞിട്ട് പിന്നെ അങ്ങനെ കട്ടിങ്ങില്ലേ, കട്ടിങ് ഒഴിവാക്കിയിട്ട് നേരെ വരാനാണ് പ്ലാൻ. അപ്പോൾ എന്താവും എന്നറിയില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ പാറയൊക്കെ പൊളിക്കുന്നുണ്ട്. എങ്കിൽ ഇതാ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്ഡേറ്റ് പിന്നെ അറിയിക്കാം. നമ്മൾ ഡാനിയായിട്ട് ട്രിപ്പ് പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഡിയാഗോൻ്റെ ഉള്ളിലാണ്. ഡിയാഗോ ഒന്ന് മൂവ് ചെയ്ത് വെച്ചിട്ട് വേണം ഡാനിനെ പുറത്തേക്ക് ഇറക്കാൻ. സ്ഥലമല്ലേ അവിടെ JCBൻ്റെ അപ്പുറത്ത് പണി നടക്കണോണ്ട് അങ്ങനെ ഷെഡിൽ നിന്നൊക്കെ എടുത്ത് വിട്ട് ഹൈവേ കയറി. സോസി ഉണ്ട്. നേരെ ചാലക്കുടിക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം.
തൃശ്ശൂർ ലൈനിൽ ഇങ്ങനെ എവിടെ ഇങ്ങനെ ആലോചിക്കേ പാള കിട്ടിട്ടാ. നമ്മളങ്ങനെ ഓടി ചാലക്കൂട് എത്തി. ചാലക്കൂട് എന്നൊക്കെ പറഞ്ഞത്, ചാലക്കുടി എത്തി. ചാലക്കുടിയിൽ അവിടെ ഒരാളെ ഞങ്ങള് കാണണോ? മിന്നൽ അജയ് ഈസ് ബാക്ക്. അജയനെ കിട്ടിയിട്ട് കേട്ടാ കൊറേ കാലത്തിന് ശേഷം. അജയന് ക്യാമറ കണ്ട 5 കിലോമീറ്റർ ഓടാൻ പറ്റും, 5 കിലോമീറ്റർ ഓടും. അജയ് ഇപ്പൊ നൈറ്റ് സർവീസിലാണ്. ടൂറിസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് കൊറേ കാലമായി കാരണം. അപ്പൊ ഓടിക്കാൻ പാറുന്ന വരാണ്. പ്രണവേട്ടനാണ് ചൂടുമുഖയിൽ എങ്ങനെയെങ്കിലും ഒന്ന് റിലീസ് ആയിരിക്കും. ബാക്ക് ടു ബിസിനസ്. ചെറിയൊരു മെക്കാനിക്കൽ വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ ചാലക്കുടിയിലേക്ക് വന്നാണ്. ഡാനി അവിടെ നിർത്തിയിട്ടുണ്ട്. സൂസി അജയിൽ നിന്ന് തള്ളുണ്ട്. പ്രണവേട്ടന് അവിടെ അതെ. മോനെ ചൂട് പറഞ്ഞ അസാധ്യ ചൂടാട്ടാ. പൊള്ളിയിട്ട് ചീഞ്ചട്ടിയിൽ വർക്കാട്ടാരിണ്ട് അവിടെ. പ്രണവേട്ട അവിടെ എന്തൊക്കെയൊന്നും പൊളിക്കാം. മൈക്കിന്റെ ഒരു ചെറിയ സംഗതി ഇതായിട്ട് അപ്പൊ സോൾഡർ ചെയ്യാണ്. നമ്മളെ ഡാനിക്കുട്ടൻ സെറ്റാണ്. കച്ചന്മാരെല്ലാം വന്നുകൊണ്ട് കസവും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അജയും സൂസിയും നേതൃത്വം വിളിക്കണ്ട്. പ്രണവേട്ടനും നേതൃത്വം വിളിക്കാൻ വരുന്നുണ്ട്. അടുത്തായിട്ട് അജയ്ക്ക് മാറ്റി കെട്ടണം എന്ന് പറഞ്ഞാണ്ട് അജയ് ഒറ്റയ്ക്ക് സ്വയം പ്രഖ്യാപിച്ച് മേലെ കയറി മാറ്റി കെട്ടണ്ട്. അജയ് കെട്ടി പഠിക്കാണ്. ഏതാ കെട്ട്? കൊമ്പ് മുറിഞ്ഞാലും അത് പോരൂലെന്ന് പറഞ്ഞ അജയ്. കോളേജ് എത്തുമ്പോ ഉണ്ടാവണേ. നമ്മളെ മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രാവൽ മാനിയാൻ്റെ പാക്കേജിലാണ് പോണത്. കസവും കാര്യങ്ങളൊക്കെ കെട്ടി ഉഷാറാക്കിയിട്ട് അപ്പം ഇനി നേരെ വിടുകയാണ്. ഓക്കെ, അജയ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞേക്കാണ്. അജയ്ക്ക് ഒരു ഡ്രീം ക്യാച്ചറും കൊടുത്തുവിടുന്നുണ്ട്. കൊടുത്തുവിടല്ലോ കേട്ടോ, അജയ് വാങ്ങാൻ പറഞ്ഞതാ. പോവാണ് ഗൈസ്. ടാറ്റാ. മിന്നൽ അജയനെ ഇറക്കിയിട്ട് നമ്മളിന്ന് ട്രാവൽ മാനിയാൻ്റെ പാക്കേജിൽ തിരുവില്ലാമല നെഹ്റു കോളേജിൽ നിന്ന് ബാംഗ്ലൂർ മൈസൂരിലെ 4 ദിവസത്തെ പരിപാടി. 2 ബാംഗ്ലൂർ പോയിട്ട് സെറ്റ് വാങ്ങണമെന്നാണ് സൂസി പറയണത്. പെരുന്നാളൊക്കെ അല്ലേ, പൊലിപ്പിക്കണം. അപ്പം ഇനി കോളേജിലേക്ക് പിള്ളേരെടുക്കാൻ പോവാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ ഓടി ഏകദേശം കോളേജ് എത്താനായി. അപ്പോൾ അതാ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. പാലക്കാടിലാണുള്ളത്. കിട്ടില്ല വ്യൂ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാപ്പ് നോക്കി വരികയാണ്. സൺസെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടില്ല. പാടത്തെ കൂടെ ഉള്ള കിട്ടില്ല വൈബായി. നമ്മുടെ നാട്ടിൽ അത്ര ഒരു ഇതില്ല കേട്ടോ. പാടും സൂര്യനും കാര്യങ്ങളൊന്നും ഇവിടെ വേറെ ലെവല്. കുലിക്കടിക്കുക. ഏതിലുള്ള ഐസ്ക്രീമാണ്? ഇതിൻ്റെ ഐസ്ക്രീം ഇട്ടാ നമ്മളേത് ഫ്ലേവറിൽ പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും. പ്രണവേട്ടപ്പം ഒന്ന് ബട്ടർ സ്കോച്ച് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം. ഐസ്. അങ്ങനെ കോളേജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇനി പിള്ളേർ ഇങ്ങോട്ട് വരാറുണ്ട്. എന്നിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ ഹൈവേയിൽ കുറച്ച് ഓടി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. സൂസി പാക്കേജർമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. പ്രണവേട്ടം ഇവിടെ ഉണ്ട്. ഓ കഴിക്കാം.
പ്രണവേട്ടനൊക്കെ ലോട്ടറി തെരഞ്ഞെടുക്കണ്ട്. വളരെയാണ് ലോട്ടറിക്ക് അടി കൂടുതൽ എന്നാ പറഞ്ഞത്. സൂസിക്ക് പിന്നെ ഭാഗ്യം ഇല്ലാത്തോണ്ട് ഇല്ല സൂസിയ എന്നോട് വേണ്ടെന്നാ അറിയണേ. അടിച്ചാ പിറ്റേന്ന് കല്യാണം എന്നാ പറഞ്ഞേ അല്ലേ? പാവം. അഥവാ ബിരിയാണി കിട്ടിയാലാ നമ്മുടെ ട്രാവൽ മാനേജറിന്റെ 2 ബഡീസ്. കാറ്റാടി യന്ത്രത്തിന്റെ പങ്കായം കണ്ടടാ. ഒരു പങ്കായം തന്നെ ഇത്രേ വലുപ്പമുണ്ട്. നമ്മളിത് രാമക്കിരമേട് മറ്റിടത്ത് മറിച്ചിടത്തൊക്കെ കാണുമ്പോൾ അതിന്റെ വലുപ്പം മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ തോന്നും. പക്ഷേ ഇതുണ്ടാവും ഒരു പങ്കായം തന്നെ ഉണ്ട് മാതിരി എളുപ്പം. സംഭവം റോഡിലിങ്ങനെ പോകണ്ടേ. അതിന്റെ ബ്ലോക്കിൽ എനിക്ക് കുറെ നേരം ഇപ്പോഴാണ് അതിന്റെ ബാക്കിൽ നിന്ന് കഴിച്ചിലാക്കിയിട്ട് ഇനി വീട്ടിൽ 100-110. ഭയങ്കര വലിയ സാധനമാട്ടോ. അതിന്റെ പങ്കായം തന്നെ നല്ല ലെക്കുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. സൂസി രാവിലെ തന്നെ കന്നഡത്തെറിയൊക്കെ കേട്ടാന്നാണ് പ്രണവേട്ടൻ പറഞ്ഞത്. വലിയൊരു യുദ്ധം ഇനി ആർ ടി ഓഫീസില് ലൂസിയ ഞാനിങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. സൂസിനൊക്കെ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ച് ഇതെങ്ങനെ കഴിച്ചിലായി പോവാം. ഇപ്പൊ നമ്മള് നേരെ റൂമിലോട്ട് പോവാണ്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഫ്രഷപ്പിനുള്ള റൂമിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പാക്കേജർമാർ റൂം റെഡിയാക്കാൻ പോയിട്ടുണ്ട്. സൂസിത അവിടെ അങ്ങനെ നടക്കണ്ട്. പ്രണവേട്ട അവിടെ അകത്തിരിക്കണ്ട്. നമ്മളിവിടെ പാലത്തിൻ്റെ റോട്ടിലാണുള്ളത്. ഇവിടെ വണ്ടി ഒന്നുകൂടെ അടുപ്പിച്ചിട്ടിട്ട് പിള്ളേരാണ്ട് കയറ്റി ഇട്ടിട്ട് നമുക്ക് വേഗം ഫ്രഷായി വരണം. ഇന്ന് ബാംഗ്ലൂർ വണ്ടർലയിലേക്കാണ് പോകാനുള്ളത്. ഫസ്റ്റ് തന്നെ ഇന്നത്തെ പരിപാടി വണ്ടർല. നമ്മൾ പിള്ളേരെ അവിടെ ഫ്രഷപ്പിന് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കും വണ്ടി ഒന്നും കൂടി ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടിട്ട് നേരെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാൻ പെട്ടെന്ന്. നല്ല റഷുണ്ട്. വണ്ടി മാക്സിമം അടുപ്പിച്ചിട്ടാൽ നമുക്ക് നല്ലത്. ട്രാക്കിൽ ഫുള്ള് ഇലക്ട്രിക് വണ്ടിയാണ്. നമുക്കും കുറച്ച് ഇലക്ട്രിക് വണ്ടി പരീക്ഷിച്ച് നോക്കിയാലോ. പക്ഷെ ലോങ് ഓടുമ്പോൾ നടക്കൂല. പിന്നെ എൻജിനീയറിന് സൗണ്ടൊന്നും ഇല്ലാണ്ട് ട്രിപ്പ് പോകാനൊരു വൈബില്ല അല്ലേ? അല്ലേ BMTC. ഓ ആയിക്കോട്ടെ. ഓക്കെ. റൂം ടൂർ നടത്തൂലേ? അയ്യോ, നമ്മളങ്ങനെ ഡാനിന്ന് ഇറക്കി വിട്ട് ഇവിടെ ഞങ്ങൾ 3 അനാഥരിപ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ റൈസ്, 2 വെള്ള റൈസ്. ഇത്രയും നേരം ലക്ഷറി ലൈഫ്. ഇനി കുറേ പിള്ളേരുണ്ട്. ഇനി ഇപ്പം എല്ലാം കഴിഞ്ഞ്. ആരാ പറഞ്ഞത് ബാംഗ്ലൂരിൽ ലക്ഷറി ജീവിതം വേണമെന്ന്? 50 ഉറുപ്പ്യക്കാണ് ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചത്. നല്ല കിണ്ണം ഭക്ഷണം. ഇതാ 10 ഉറുപ്പ്യക്ക് ഐസ്ക്രീമും ഡെസേർട്ടും ആയി. 60 ഉറുപ്പ്യക്ക് ഒരു നേരത്തെ ഭക്ഷണം കിണ്ണനായിട്ട് തിന്നാ. അന്നപ്പോ അത് AC-ലൊക്കെ ഇരുന്ന് തിന്നുണ്ട്. മുട്ടുവീൻ തുറക്കപ്പെടും. ഈ വഴി അറിയാണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കണ്ട മരമില്ലിലും ഇരുമ്പിന്റെ ഇൻഡസ്ട്രീന്റെ ഉള്ളിലൊക്കെ കൊണ്ട് വണ്ടി ഇപ്പൊ 2.5 കിലോമീറ്റർ ആയി റിവേഴ്സ് എടുക്കണേ. മൊബൈലിക്കതാ ബാക്കിൽ തിരിഞ്ഞിരുന്ന് പറയാ. എന്നിട്ട് കണ്ണാപ്പി അറിയാം ഞാൻ വീഡിയോ കണ്ടിക്കണേ. ഇതന്നെയാണ് വഴി. ഞാൻ എന്റെ വീഡിയോ കണ്ടിക്കണേന്ന്. എവിടെ നമ്മളപ്പുറത്ത് കൂടിയാ വന്നത്. എന്നിട്ട് പറയണ നോക്കിയാ അങ്ങനെ മോമീനെ കൂട്ടിടിക്കണ്ട. ആ വഴിയുണ്ട്. ഇങ്ങനെയാണ് പുതിയ പുതിയ വഴികൾ നമ്മളെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണത്. മുറിക്കണത് അതാ അവിടെ മുപ്പുര മൊയിലാർ ഇരുന്ന് ഇങ്ങനെ മുറിച്ചു. അല്ല അവിടെ ആ പള്ളിയുടെ സൈഡിൽ നിന്ന് വാങ്ങിയേ.
പള്ളി എത്തിയില്ല. പള്ളി ഈ സൈഡാണ്. പള്ളി ബാക്കിൽ വയ്യൊന്നും നിക്കൂല, വൈക്കൂല. ഇനി വഴി നിക്കൂല. ഇനി അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വഴി ഇല്ലെങ്കിൽ നിങ്ങള് മോമയിൽക്കാനെ വേണേ ഒരു തല്ലല്ലിക്കോളി. ഡോറച്ച് ആ പോട്ടെ. ഓ സുഖമായിട്ട് പോവും. ഗ്ലാസ് ഒന്നും മുട്ടൂല. ഇല്ല മുട്ടൂല. ഇത് ചെറുതല്ലേ കണ്ട, സുഖമായിട്ട് പാസ്സായി. കണ്ണപ്പ ഏത് കൊല്ലം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തേ? എന്റെ അമ്മ അച്ഛനും തമ്മ കാണാൻ മുന്നേ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളാണ് കണ്ണപ്പ. നേരെ വരാത്ത നോക്കണ്ട, പ്രായം കുറെ ഉണ്ട്. എടുത്തോട്ട് കണ്ട കണ്ട ഈ ജംഗ്ഷനിൽ ഞങ്ങള് വന്ന് നിന്നാണ്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്നെ കളിയാക്കി. കട്ട് ഫ്രൂട്ട് അവിടെ വാങ്ങി ഒരു വന്ന്, ഞങ്ങള് വാങ്ങിയില്ല. ഞങ്ങള് കാറായിട്ട് ഇങ്ങോട്ട് വരിക ചെയ്ത്. ഞാൻ പറഞ്ഞില്ല പള്ളി പള്ളിയിലെ പള്ളിന്റെ അപ്പുറത്താണ്. ഒറ്റക്ക് എന്തോ തിന്നുണ്ട്. ഒരു മുതലാളി ഉണ്ട്. ആ മുതലാളിനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് 3 തൊഴിലാളിയും കൂടി തിന്നാൻ ഇറങ്ങിക്ക കാറ് കൊടുത്തിട്ട്. പക്ഷെ ചാടിയില്ല. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അങ്ങനെ വീണ്ടും പ്രകാശത്തെത്തി. ഇതിപ്പോ നമ്മളെ സ്വന്തം സ്ഥലമാണ്. വണ്ടി ഇങ്ങനെ കൊണ്ടുവരും, നിർത്തും. ആ അതെ, വെള്ളം കുടിക്കും. നോമ്പായതുകൊണ്ട് നല്ല ദാഹം. 2 നോമ്പാന്നാ പറഞ്ഞത്. രാവിലെ മുതൽ ഉച്ച വരെ ഒരു നോമ്പ്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചോറിനായിട്ട് ഉച്ചയ്ക്ക് ശേഷം വേറെ നോമ്പ്. അപ്പൊ 2 നോമ്പ് കിട്ടിയാല് 30 ദിവസം കൊണ്ട് 60 നോമ്പ് എടുക്കും. അങ്ങനൊക്കെ ആയിട്ട് ജീവിച്ചു പോവാണ്. മുതലാളിനെ പറ്റിച്ച് ഇങ്ങനൊക്കെ ജീവിച്ചു പോണേ. കുറച്ചു നേരം നമ്മുടെ മുന്നില് ഒരു ATP ഉണ്ട്. അതിന്റെ വർക്ക് ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരും. ഇവിടെ എല്ലാവരും ഇരുന്ന് ഡിസ്കഷനിലാണ് വണ്ടീന്റെ കാര്യങ്ങള്. ഒരു ക്ഷീണമില്ല. നിങ്ങൾ അങ്ങനെ ഒന്നും നിക്കല്, എനിക്ക് പേടിയാവുണ്ട്. എന്താ ഒരു സൈഡ് ടയർ അതിന്. അപ്പൊ നമ്മള് ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ. പ്രകാശത്തെ ഡെലിവറി വീഡിയോയും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പം നമ്മൾ ഡാനിയിൽ വന്ന് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ഇപ്പം വണ്ടീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വണ്ടി ഇറങ്ങും എന്നുള്ള ഇതിലാണ് ഇപ്പം നിൽക്കുന്നത് അല്ലേ. 2 വണ്ടീൻ്റെയും ഒരു 90% പണി കഴിഞ്ഞ് ലാസ്റ്റുള്ള ഓരോ ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും പ്രകാശത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബായ്.